അങ്ങോട്ടാക്കിയോ പട്ടീനെ? അപ്പോൾ ചോറ് ഇവിടെ എവിടെ കൊടുക്കണം? അങ്ങോട്ടോ? ഓക്കെ. ഇതെടുത്തോ? ഫുഡൊക്കെ എടുത്തോ? തുറന്നു നടക്കുന്നതിന് കുറെ വർക്ക് ചെയ്ത് തരാമല്ലോ. അതൊക്കെയാണ് വിഷയം. താമസിച്ച് വരുമ്പോൾ കുഴപ്പമായി വർക്ക് എഡിറ്റിങ് നടക്കാതെ വരും. നടക്കും ഒരെണ്ണമൊക്കെ ചെയ്യും എങ്ങനെയൊക്കെ. എന്നാലും എല്ലാം 1-2 ഒരുമിച്ച് തീർത്ത് വെക്കും. ചാന്തൂച്ചയൊക്കെ താമസിക്കാൻ വന്നു ഇങ്ങോട്ട്. അവർ ഇവിടെ നിന്ന് വെള്ളമില്ലെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് വാടക താമസിക്കുമായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നു. വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വേസ്റ്റ്. എടുക്കണ്ടെന്ന് ഓർത്തിരിക്കുന്നു. കിട്ടിയില്ല. തീയത്തിതുണ്ടോ? മൊത്തം മല കത്തിപ്പോയി. താഴെ വരെ വന്നു കറുത്ത് കിടക്കുക. ഇടുന്നാണേലും കത്തിയതാണേലും എന്നാണേലും ഉണ്ടോ? ഫുള്ള് പോയി. മൊത്തം കത്തിയാ മല അങ്ങോട്ട് ഫുള്ള്. അയ്യോ വേറൊരു ലെവല. എന്തൂരം കത്തി നോക്കിയേ. ഇന്നലെ ചെറുതായിട്ട് അങ്ങനെ ദൂരല്ലേ. അറിയത്തില്ല എന്നാന്ന്. തീ മാത്രമേ കണ്ടുള്ളൂ. ഇനി താഴെ വരെ വന്നു. ഇന്നലെ കണ്ടോ? ഇന്നലത്തെ തീ പിടിച്ചതാ മല ഫുള്ള് കത്തിപ്പോയി. ശകലൊക്കെ ഒരു തുമ്പിലുള്ള ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ മാത്രമേ ഉള്ള ഇന്നലെ പോകുമ്പോൾ തീയ മൊത്തം കത്തിപ്പോയി. രാത്രി ഫുള്ള് കത്തുമായിരുന്നു തോന്നുന്നു. ഇപ്പോഴും കെട്ടിട്ടില്ല. അതെ കത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങേ മൂലയ്ക്ക്.
അവിടെ തീ കണ്ട പുക മാത്രമേ കാണത്തുള്ളൂ. ആ മണ്ട മരമായിട്ടുള്ളതൊന്നും പിടിച്ചിട്ടില്ല, പുല്ലായിട്ട്. പച്ച കളറിലുണ്ടായിരുന്ന മലയൊക്കെ ഇപ്പം കറുത്ത കളറായി. നിന്ന് നിപ്പി കാറ്റ് അങ്ങോട്ടും. ഐ ഡി കാർഡ് എടുത്തോ? ഇപ്പോഴേ മേടിച്ചോണ്ട് പോയാൽ മതി. അല്ല മേടിച്ചോണ്ട് പോയിട്ടെ ഞാനിത് ഗൂഗിൾ പേ ചെയ്തോളാം. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്കാ. ആ പച്ച എഴുതിയോ? നുണ പറയല്ലേ. സിംബായുടെ കയ്യിലിരിപ്പ് കാരണമുണ്ടല്ലോ, സിംബായെ ഓരോ തവണയും ഓരോ സ്ഥലം മാറ്റും. ഇനിയിപ്പോൾ ഇവൻ ഈ പറമ്പിൽ ഒരിടത്തും ഇല്ല ഇനി കെട്ടാനായിട്ട്. ഇവിടെ ലാസ്റ്റ് എന്നാ അവിടെ കിടന്നു ഒന്നുമില്ല. ഇന്ന് ശാമ്പുവേ സ്കൂളിൽ വേണ്ടതായിരുന്നേ. പക്ഷെ എന്നാ രാവിലെ ആകുമ്പോൾ ഭയങ്കര ചുമയും ഒരു ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെ തോന്നി. അപ്പോൾ കൊണ്ട് ചേട്ടാ പറഞ്ഞു വീടണ്ട കൊച്ചിനെ ഇന്നും കൂടെ ഇരുത്താവുന്നു. പക്ഷെ കണ്ടോ, പക്ഷെ എൻ്റെ കൊച്ച് കളിക്കുന്നുണ്ടല്ലോ, കണ്ടോ? ഇതൊക്കെ എപ്പോൾ കാണുന്ന മിടുക്കി എൻ്റെ കൊച്ച്. ഡ്രോയിങ് അല്ലേ? പിന്നെന്തായിരുന്നു? ഡ്രോയിങ്ങും മാറ്റണ്ട. കണ്ടോ ഡ്രോയിങ് എന്നാ നീ ഇപ്പോൾ ചെയ്തോണ്ടിരുന്ന? എന്നാ നീ ഇപ്പോൾ സ്കെച്ച് ചെയ്തില്ലേ? നീ ഇപ്പോൾ വരച്ചില്ലേ? ആഡിയൻസിനകത്തുനിന്ന് ചെറുതായിട്ടൊരു മോചനം ഉണ്ടായിട്ടുണ്ട്. വെയിൽ. ഇനി നമുക്കേ കുറച്ച് നേരം കൂടെ ടി വി കണ്ടിട്ട് കിടന്ന് ഉറങ്ങാം. കുറച്ച് നേരം കൂടെ ടി വി കണ്ടിട്ട് കിടന്ന് ഉറങ്ങാം. ഗ്രീൻ പീസ് ചപ്പാത്തിക്കല്ലായിരുന്നു, ചോറിന് ഗ്രീൻ പീസ് എങ്ങനെ കഴിക്കും? അത് മുതിരയാ നല്ല കഴിച്ചേ. ഗ്രീൻ പീസ് ഉണ്ടാ നീ കഴിക്കുമോ? ഈ മുഖത്തൊക്കെ കുരുക്കൾ എങ്ങനെ വന്ന്? നീ എവിടെ വലിഞ്ഞ് കയറിയെന്ന് പറ. ഞാൻ നിന്നോട് ആ പുറത്തെ മുറിയിലൊന്നും പോവല്ലെന്ന് പറഞ്ഞല്ലേ? ആ നീ എവിടെ പോയി കയറി? എല്ലാം കുരുക്കളാണ്ടോ മുഖത്തെല്ലാം. ഓ എന്നാ നാർക്കറിയാണ്ട്. പുറത്ത് പോയോ? നീ പുറയിലോട്ട് എന്നാത്തിനാ പോയ കളിക്കാനായിട്ട്? ഇനിയും പോയാ നീ അടി പഠിക്കും. പുഴുക്കളോ? ഓ ഇല്ല, ചൂടൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്. അതുണ്ടല്ലേ ചൂട് ഇതാണ് ഇപ്പോഴത്തെ ചൂട്. 39 ഒരു 39 ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നിൽക്കാൻ വയ്യ. തിളച്ച് മറിയുകയാണ് ഇവിടെ എല്ലാം കൂടെ.
ആ മേളിൽ നിന്ന് അങ്ങനെ കണ്ട ഇപ്പൊ അത് പൊന്നെ അന്യായ ചൂടാട്ടോ, ഭയങ്കര ചൂടാ. നല്ല ഉറക്കം. അമ്മ മുമ്പ് പാല് വെച്ച് അമ്മ പാല് വെച്ചമ്മ നിക്കേ. ഓ പിന്നെ എന്താ വെച്ചോണ്ട് ഇപ്പൊ ഇതല്ലേ നമ്മളെ പക്ഷെ ചൂടെടുത്തിട്ട്. പാല് ചേച്ചി ഇപ്പൊ എണീറ്റ് വന്നല്ലേ ഉള്ളു, നീ പോയി കഴിഞ്ഞിട്ട് ചോറ് കൊടുത്ത് ഉറക്കിയതാ. അവർ ചേച്ചിപ്പോഴും വന്നിട്ട് ഇനി ടീ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് ഇപ്പം എണീറ്റ് വന്നേ ഉള്ളൂ. ഇപ്പം എണീറ്റ് വന്നിട്ട് ഏതോ ഒരു പാട്ട് പാടിട്ട് ചോദിക്കുക, അത് എവിടുത്തെ വന്നു, എതിരാത്ത പാട്ടാന്ന്. ചുണ്ടിരി പാല് വെച്ചമ്മ കാച്ചാടോ. ഹിന്ദി എക്സാം എളുപ്പമായിരുന്നെന്ന് കരുതുന്നു. ആ ഒരു മൂള് എന്തോ ആ അത് മീൻ മാറ്റി വെച്ചാൽ അത് മോൻ കഴിക്കണം. എന്നാന്നറിയോ, പല്ല് പോവും, ഭയങ്കര കട്ടി കേൾക്കറില്ല. ബിസ്ക്കറ്റ് അവൻ നിൽക്കധിക കഴിക്കുന്ന മുന്നേ അതിനകത്ത് വല്ല നല്ലതാ ആണല്ലേ. ഇച്ചിരി കൂടെ കഴിയട്ടെ, അങ്ങോട്ട് ഭയങ്കര ചൂടാ അവിടെ നിൽക്കാം. ഓ എന്ത് മധുരം. എന്നാണ് എൻ്റെ കുഞ്ഞോനെ. ഓയോ ഇടിച്ചു 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 അവിടെ നാളെ കടന്നു. ഒന്നുമില്ല. ചേച്ചി എന്നത്തെ വിളിക്കണേ? ഇല്ല അമ്മമ്മ വിളിച്ചില്ല. എൻ്റെ മഴ ചാറുന്ന കണ്ടോ, ചൂടുണ്ടാവാൻ വേണ്ടി അല്ല എന്തുവാ. അപ്പൊ വരാൻ സമയമില്ല. ഓവർ ടൈം ഉള്ള ദിവസം ഇവിടെ നിന്ന് ദോശയും ഓംപ്ലേറ്റും ഉണ്ട് എല്ലാ ദിവസവും. പത്തരയായി, എല്ലാവരും കിടന്നു.